അമ്മ ഉണ്ടാക്കി തരുന്ന എല്ലാ ഫുഡും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഇഷ്ടപ്പെട്ട വേറൊരു വിഭവമാണ് കായത്തോരൻ. അപ്പോൾ കായത്തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ചട്ടിയെല്ലാം ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുകെല്ലാം നന്നായി പൊട്ടി വന്നതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞതും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കായയുടെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഞ്ഞി വെള്ളത്തിൽ ഇട്ട് വെക്കുക. കായയുടെ കറ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കായ അരിഞ്ഞതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ചേർത്തതിന് ശേഷം ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ച് തന്നെ വേവിക്കാം. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ചിറക് തേങ്ങയും 2 പച്ചമുളകും ഒരു ചുവന്നുള്ളി ഒരു വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും ജീരകവും കുറച്ച് മുളകും കൂടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇനി വെന്തിരിക്കുന്ന കായിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ കായിലെല്ലാം അരപ്പ് നന്നായിട്ട് പിടിക്കണം. വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് അടച്ചു വെച്ച് തന്നെ വേവിക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ അരപ്പൊക്കെ കായിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കായും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. കൂടെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.